ഇനി ഒരു എക്സ്ട്രാ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്കും അവിടെ കൂടുതൽ വ്യൂസ് കിട്ടും, നിങ്ങളുടെ വീഡിയോയും അവിടെ വൈറലാകും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആ വീഡിയോയെ യൂട്യൂബിനെ കൊണ്ട് സജസ്റ്റ് ചെയ്യിപ്പിച്ച് അതിനെ കൂടുതൽ ഓഡിയൻസിൻ്റെ മുന്നിൽ എത്തിച്ച് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വ്യൂസ് നേടാം. കാരണം യൂട്യൂബിൽ ഒരു വീഡിയോ വൈറലാവുന്നത് പല വഴികളിലൂടെയാണ്. ചില വീഡിയോസ് 1-2 വർഷം എടുത്തായിരിക്കും ചിലപ്പോൾ വൈറലാവുന്നത്. അതിന് കാരണം യൂട്യൂബ് സെർച്ചിലാണ് അത് കയറി മുന്നോട്ട് പോകുന്നത്. പക്ഷേ മറ്റ് ചില വീഡിയോസ് 1-2 ദിവസം കൊണ്ട് തന്നെ കയറി വൈറലാവും. അതിന് കാരണം യൂട്യൂബ് അതിനെ സജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് യൂട്യൂബ് സജസ്റ്റഡ് വീഡിയോസിനും അതുപോലെ ബ്രൗസ് ഫീച്ചേഴ്സിനും ആയിരിക്കും അതിന് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വീഡിയോ എങ്ങനെ നമുക്ക് യൂട്യൂബിനെ കൊണ്ട് സജസ്റ്റ് ചെയ്യിപ്പിച്ച് അതിനെ കൂടുതൽ ഓഡിയൻസിൻ്റെ മുന്നിൽ എത്തിച്ച് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വ്യൂസ് നേടാം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ് ഈ സജസ്റ്റഡ് വീഡിയോസ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓഡിയൻസ് ഏറ്റവും കൂടുതലും കാണുന്നത് വലിയ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ആയിരിക്കും. കാരണം ഈ വലിയ ക്രിയേറ്റേഴ്സ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് കുറേ വ്യൂസ് കിട്ടും. കാരണം അവരുടെ ഓഡിയൻസ് സെറ്റാണ്, അവർക്ക് നല്ല ഓഡിയൻസ് റിട്ടൻഷനും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഓഡിയൻസ് ഈ വലിയ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട്, അതല്ല അവർ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ മൊബൈലിൽ താഴെയായിട്ട് അവരുടെ വീഡിയോയുടെ താഴെയായിട്ട് ഈ സെയിം കാറ്റഗറിയിൽ അല്ലെങ്കിൽ സെയിം ടോപ്പിക്കിലുള്ള മറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസും അവിടെ കാണിക്കും. എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അവിടെ ഓഡിയൻസിന് സജസ്റ്റ് ചെയ്യാണ് ദേ സെയിം ടോപ്പിക്കിലുള്ള വേറെ വീഡിയോസും ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ അതിൻ്റെ ടൈറ്റിലും തമ്മിലും സെയിം ടോപ്പിക്കിലാണ്, അതിന് നല്ല അട്രാക്ഷനും ഉണ്ടെങ്കിൽ ഓഡിയൻസ് അത് ക്ലിക്ക് ചെയ്ത് കണ്ടെന്ന് വരാം. അവരത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കാര്യങ്ങൾ നല്ല രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതിന് കൂടുതൽ ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടും. അപ്പോൾ യൂട്യൂബ് അതിനെ വീണ്ടും മുന്നോട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മുന്നോട്ട് പോയിട്ടാണ് ഒരു വീഡിയോ വൈറലായി മാറുന്നത്. അപ്പോൾ എന്താണ് സജസ്റ്റഡ് വീഡിയോസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് 5 ട്രിക്സ് പറഞ്ഞുതരാം. നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസും യൂട്യൂബിൻ്റെ ഈ സജസ്റ്റഡ് വീഡിയോസിൽ കയറുകയും നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് നിങ്ങളുടെ സെയിം കാറ്റഗറിയിലുള്ള വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ സെയിം ടോപ്പിക്കിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അവരുടെ വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അവരുടെ തംബ്നെയിലിനെക്കാട്ടിലും കൂടുതൽ അട്രാക്ഷനുള്ള ഒരു അടിപൊളി തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ അവരുടെ ടൈറ്റിലിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു എടുപ്പുള്ള ഒരു ടൈറ്റിൽ നിങ്ങളുടെ വീഡിയോസിന് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ക്രിയേറ്ററുടെ വീഡിയോസ് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിലും അല്ലെങ്കിൽ താഴെയായിട്ട് നിങ്ങളുടെ വീഡിയോയും യൂട്യൂബ് സജസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈ ടൈറ്റിലും തംബ്നെയിലുള്ള ഈ ഒരു അട്രാക്ഷൻ അവിടെ നിന്നും കുറേ ഓഡിയൻസിനെ നിങ്ങളുടെ വീഡിയോയിലേക്ക് ഗ്രാബ് ചെയ്യും. അപ്പോൾ അവർ നിങ്ങളുടെ വീഡിയോ കാണുകയും നിങ്ങൾക്ക് അവിടെ കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല ആ ക്രിയേറ്ററുടെ കുറച്ച് ഓഡിയൻസിനെ നിങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. രണ്ടാമത്തെ പോയിന്റാണ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണോ അതിനെക്കുറിച്ചുള്ള റെലവൻറ്റ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അൽഗോരിതത്തിന് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കണം. കാരണം അൽഗോരിതത്തിന് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എവിടെയാണോ എത്തിക്കേണ്ടത്, ആരാണോ ഈ വീഡിയോയുടെ ആവശ്യക്കാർ, അവിടെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് എത്തിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വലിയ ക്രിയേറ്ററിൻ്റെ സെയിം വീഡിയോ എവിടെയാണോ ഇത് ഓടുന്നത് അവിടെയുള്ള സജസ്റ്റഡ് വീഡിയോസിലും നിങ്ങളുടെ ഈ വീഡിയോയും കൊണ്ടെത്തിക്കും. അപ്പോൾ അവിടെ നിന്നും കുറേ ഓഡിയൻസ് നിങ്ങളുടെ ഈ വീഡിയോ കാണുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഈ വീഡിയോയുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ആവശ്യമില്ലാത്ത ആളുകളുടെ മുന്നിലായിരിക്കും നിങ്ങളുടെ വീഡിയോ കൊണ്ടെത്തിക്കുന്നത്. അത് മാത്രമല്ല ഈ വലിയ ക്രിയേറ്ററുടെ സെയിം വീഡിയോ എവിടെയാണോ ഓടുന്നത് അവിടെയും ഇത് സജസ്റ്റഡിൽ കാണിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ഒട്ടുമേ വ്യൂസ് കിട്ടത്തില്ല. ഉള്ള വ്യൂസുകൾ, കിട്ടേണ്ട വ്യൂസുകൾ അത് പോയി കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ടുള്ള ആളുകളുടെ അടുത്ത് സജസ്റ്റഡ് വീഡിയോസിൽ ഇത് പോകത്തുള്ളൂ. ഇനി അടുത്തതാണ് പോയിന്റ് നമ്പർ 3. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ ചെയ്തു. അട്രാക്റ്റീവായ തംബ്നെയിലും ടൈറ്റിലും കൊടുത്തു. റെലവൻ്റായ കാര്യങ്ങൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത് ഈ വീഡിയോയെ യൂട്യൂബിൻ്റെ സജസ്റ്റഡ് വീഡിയോസിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അതായത് സെയിം ടോപ്പിക്കിലുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ള വലിയ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ പ്ലേ ചെയ്യുന്നിടത്ത് അതിൻ്റെ സൈഡിലും അടിയിലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഈ വീഡിയോയെയും യൂട്യൂബ് സജസ്റ്റഡ് വീഡിയോസിൽ കാണിച്ചു തുടങ്ങി. അവിടെ നിന്നുള്ള കുറേ ഓഡിയൻസ് നിങ്ങളുടെ ഈ അട്രാക്റ്റീവായ തംബ്നെയിൽ കണ്ട് നിങ്ങളുടെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ട്. ഇനി ഇവിടെ കളിക്കാൻ പോകുന്നതാണ് ഓഡിയൻസ് റിട്ടൻഷൻ. ഇവിടെ ഓഡിയൻസിന് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓഡിയൻസ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും. അങ്ങനെ അവർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓഡിയൻസ് റിട്ടൻഷൻ കുറഞ്ഞു പോകും. ഓഡിയൻസ് റിട്ടൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് പതുക്കെ നിങ്ങളുടെ വീഡിയോയെ സജസ്റ്റ് ചെയ്യുന്നത് നിർത്തും. അവരുടെ സജസ്റ്റഡ് വീഡിയോസിൽ നിന്ന് യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ എടുത്ത് പുറത്ത് കളയും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയെ പ്രോപ്പർലി സ്ക്രിപ്റ്റ് ചെയ്യുക. നല്ലൊരു ഇൻട്രഡക്ഷൻ കൊടുത്ത് പിന്നീട് വരുന്ന തുടക്ക സമയത്തൊക്കെ നല്ല ഹുക്ക് കൊടുത്ത് വേണം നിങ്ങൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതായത് ഈ ആളുകൾ കാണുന്നവർക്ക് തോന്നണം ഈ വീഡിയോയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തോ കാര്യമുണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ നല്ല രീതിയിൽ നമ്മൾ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ടോട്ടൽ വീഡിയോയുടെ ഒരു 50% നമുക്ക് ആളുകളെ അതിൽ പിടിച്ചിരുത്താൻ പറ്റും. അങ്ങനെ അത്ര നേരമൊക്കെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഓഡിയൻസ് റിട്ടൻഷൻ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ യൂട്യൂബിൽ വീണ്ടും ഈ സജസ്റ്റഡ് വീഡിയോസിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസും കിട്ടും. അതുപോലെ നമ്മുടെ വീഡിയോ വൈറലാവുകയും ചെയ്യും.
അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കുക. അതായത് നിങ്ങൾ സെയിം ടോപ്പിക്കിലുള്ള ഒരു 5 വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. സെയിം ടോപ്പിക് എന്നാണ് ഞാൻ പറഞ്ഞത്, സെയിം കണ്ടന്റ് അല്ല, ഡിഫറൻറ്റ് കണ്ടന്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ മോണിറ്റൈസേഷനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ടോപ്പിക്ക് മോണിറ്റൈസേഷൻ ആണ്, പക്ഷേ കണ്ടന്റ് ഡിഫറൻ്റ് ആണ്. കാരണം നമ്മുടെ പല കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ പല കണ്ടന്റിലുള്ള കാര്യങ്ങളാണ്, ടോപ്പിക്ക് സെയിം ആണ്. അല്ലാതെ സെയിം ടോപ്പിക്ക് തന്നെ റിപ്പീറ്റ് അടിച്ച് വീഡിയോ ചെയ്യാനല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെയിം ടോപ്പിക്കിലുള്ള ഡിഫറൻറ്റ് കണ്ടന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എല്ലാ വീഡിയോസിനും നിങ്ങൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ പ്ലേലിസ്റ്റിനുള്ളിൽ നിങ്ങൾ അതിനെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ പ്ലേലിസ്റ്റിൻ്റെ സെറ്റിംഗ്സും ഒപ്റ്റിമൈസേഷനും നിങ്ങൾ പ്രോപ്പർലി ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഈ വലിയ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോയുടെ അടിയിൽ ഈ സജസ്റ്റഡ് വീഡിയോയിൽ ചെല്ലുമ്പോൾ അവിടെ ആ തംബ്നെയിലുള്ള അട്രാക്ഷൻ കാരണം ഓഡിയൻസ് അതിനെ ക്ലിക്ക് ചെയ്ത് കാണും. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു ഓഡിയൻസ് സാധാരണ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് എന്താ അറിയോ, നമ്മുടെ സെയിം പ്ലേലിസ്റ്റിലുള്ള മറ്റ് വീഡിയോസ് അതിൻ്റെ സൈഡിലും അടിയിലുമായിട്ട് ഈ സജസ്റ്റഡ് വീഡിയോസിൽ കാണിക്കും. അതല്ലെങ്കിൽ ലൂപ്പിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് അവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കാണാമെന്ന ആ ഓഡിയൻസ് നമ്മുടെ പ്ലേലിസ്റ്റ് കാരണം ആ പ്ലേലിസ്റ്റിലുള്ള മറ്റെല്ലാ വീഡിയോസിനെയും അവിടെ ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്തെന്ന് വരാം. അങ്ങനെ ആ എല്ലാ വീഡിയോസിനും അവിടെ വ്യൂസ് കൂട്ടി കിട്ടിയെന്ന് വരാം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ചെയ്യുന്ന കാര്യമാണ്, ഞാനെന്നല്ല എല്ലാ ക്രിയേറ്റേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതായത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ട് മറക്കാതെ തന്നെ നിങ്ങളുടെ ചാനലിലുള്ള മറ്റു വീഡിയോസിനെ ഈ വീഡിയോയുടെ എൻ സ്ക്രീനിൽ കൊടുക്കുക. അതായത് ഈ വീഡിയോ തീരുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് മുമ്പായിട്ട് ഈ എൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വീഡിയോയുടെ തംബ്നെയിൽ അവിടെ കാണിക്കും. അപ്പോൾ ഈ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കാണ് തംബ്നെയിലുള്ളതെങ്കിൽ അവർ ആ വീഡിയോസിനെ ക്ലിക്ക് ചെയ്ത് അവിടെ വാച്ച് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ഒരു വീഡിയോ കാരണം നിങ്ങളുടെ എൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വീഡിയോസിൻ്റെ അവിടെ വ്യൂസ് അവിടെ കൂട്ടിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ചാനലിലുള്ള മറ്റു വീഡിയോസിനെ ഈ വീഡിയോടൊപ്പം നമ്മൾ കാർഡ്സിൽ കൊടുക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഐ ബട്ടണിൽ കൊടുക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് പോലെ ഈ കാണിക്കുന്നത് പോലെ, ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണിക്കുന്നത് പോലെ നമ്മൾ ഈ ഐ ബട്ടണിൽ കൊടുത്തിട്ടുള്ള വീഡിയോസിൻ്റെ ടൈറ്റിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് ഓപ്പൺ ചെയ്ത് അതിനെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിലുള്ള മറ്റ് 5 വീഡിയോസിനെ നമുക്ക് ഇതേപോലെ ഒരു വീഡിയോടൊപ്പം കാർഡ്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാർഡ്സും എൻ സ്ക്രീനും എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾ ഓരോ ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ മറക്കാതെ ഉറപ്പായിട്ട് ഈ കാർഡ്സും എൻ സ്ക്രീനും അതിനോടൊപ്പം കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഡിയോടൊപ്പം മറ്റൊരു 8-9 വീഡിയോസിൻ്റെ വ്യൂസും കൂടെ കൂട്ടാവുന്നതാണ്. ഇനി ഒരു എക്സ്ട്രാ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നിങ്ങളുടെ സെയിം കാറ്റഗറി വീഡിയോസ് ചെയ്യുന്ന വലിയ ക്രിയേറ്റേഴ്സിൻ്റെ വൈറൽ വീഡിയോസ് കണ്ടുപിടിക്കുക. ആ വീഡിയോസ് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി പഠിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആ സെയിം ടോപ്പിക്കിൽ മറ്റൊരാങ്കിളിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആ സെയിം ടോപ്പിക്കിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുക. കാരണം ആ വീഡിയോ ഓൾറെഡി വൈറലായതാണ്, ആ വീഡിയോയ്ക്ക് ആവശ്യക്കാരുണ്ട്. അപ്പം നിങ്ങളും ആ സെയിം ടോപ്പിക്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയും ഉറപ്പായിട്ട് വൈറലാകും, നിങ്ങൾക്കും അവിടെ കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ അതിൻ്റെ അനാലിറ്റിക്സ് ചെക്ക് ചെയ്യുക. അവിടെ ഏതൊക്കെ സജസ്റ്റഡ് വീഡിയോസിലാണ് നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഐഡിയ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക, അതുപോലെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.